ലോൺ അടയ്ക്കാൻ ബാങ്കിൽ പോയി വരുന്ന സമയത്താണ് നമ്മുടെ താരം സിന്ധു ചേച്ചിക്ക് ഫെല്ലാസിലൊന്ന് കയറണമെന്ന് പറഞ്ഞത്. അപ്പം പിന്നെ അങ്ങനെ കയറി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ടുണ്ടെന്ന് പറഞ്ഞു. വെറുതെ ചുമ്മാ ചൊറിയും കുത്തി ഞാൻ അവിടെ ഇവിടെയൊക്കെ നോക്കിയിരിക്കുന്ന സമയത്താണ് ഈ ഒരു അടിപൊളി ഐറ്റം കണ്ണിൽ ഉടക്കിയത് കേട്ടോ. കണ്ടാൽ എന്തൊരു ഭംഗിയാണെന്നറിയോ. എനിക്കാണെങ്കിൽ ഈ ചെടികളോടും പൂക്കളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോൾ ഒറിജിനൽ ആണെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിലും ഇതുപോലെ കാഴ്ചയ്ക്ക് വെക്കുന്ന എന്ത് കണ്ടാലും ഞാൻ വെറുതെ നോക്കിയിരിക്കും. നോക്കി വെള്ളം ഇറക്കിയിരിക്കുക എന്നല്ലാതെ എനിക്കത് കൊണ്ടുപോയിട്ട് യാതൊരു യൂസും ഇല്ല. കാഴ്ചയിൽ ശരിക്കും ഒറിജിനലായി തോന്നുന്ന ഈ ഒരു സാധനത്തിൻ്റെ പുറത്ത് ഒരു ഒറിജിനൽ പുൽച്ചെടി ഉണ്ടായിരുന്നു കേട്ടോ. വേണ്ട സമയത്ത് വേണ്ട ബുദ്ധി വേണ്ടപ്പോൾ ഉദിക്കില്ലെന്ന് പറയുന്നത് ഇതാണ്. അപ്പം എൻ്റെ കയ്യിൽ ക്യാമറ ഉണ്ടായിരുന്നു എങ്കിലും കൂടി ആ ഫോണൊന്ന് ഓണാക്കാൻ എനിക്ക് തോന്നിയില്ല. ചെറുതാണെങ്കിലും സ്വന്തമായി ഒരു വീട് നിങ്ങൾക്കുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കുള്ളതാണ്. അഫോർഡബിൾ റേറ്റിന് ഇവിടെ കിട്ടും. കൊടുക്കുന്ന പൈസ ഒരിക്കലും നഷ്ടമാകില്ല. അടിപൊളി സാധനമാണ്. ശരിക്കും ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും. ഹാളിലൊക്കെ വെക്കുകയെന്നുണ്ടെങ്കിൽ അടിപൊളി ഭംഗിയാണ് കേട്ടോ. യൂസിന് മാത്രമല്ല കേട്ടോ, ഗിഫ്റ്റ് കൊടുക്കാനും നമുക്ക് ഈ ഫ്ലവർ വൈസുകൾ ഉപയോഗിക്കാം. കൂടാതെ തന്നെ നമുക്കിതാ അടിപൊളി കളിപ്പാട്ടങ്ങൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ടോയ്സുകളും ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. കൂടാതെ കുഞ്ഞുങ്ങൾക്കും വലിയവർക്കുമുള്ള എല്ലാവിധ ഫാൻസി ഐറ്റംസും മേക്കപ്പ് ഐറ്റംസും എല്ലാം ഇവിടെ ലഭ്യമാണ്. അടിപൊളിയായി തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ലൊക്കേഷൻ വരുന്നത് ചെർപ്പളശ്ശേരി പട്ടാമ്പി റോട്ടിലാണ് കേട്ടോ. അങ്ങനെ ഫാൻസിയിലെ പർച്ചേസിങ് കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ചെന്നത് ചായ കുടിക്കാനാണ് കേട്ടോ. ഞാനൊരു പരിപ്പുവടയും ചായയും കുടിച്ചു. സിന്ധു ചേച്ചി ഒരു സുക്കീനും ചായയും കുടിച്ചു കേട്ടോ. അതല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്. എനിക്ക് ഈ മധുരത്തിനോട് വലിയ കമ്പമൊന്നുമില്ല. എവിടെ ചെന്നാലും എരിവിൻ്റെ ആളാണ്. എരിവുള്ള ഫുഡ് എവിടെ ഉണ്ടോ അത് ഞാൻ ഓടിച്ചെന്ന് എടുക്കും. അങ്ങനെ ചായയും കുടിച്ച് ഒരു ഓട്ടോയും വിളിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരേക്കും ടാറ്റാ.